ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, നമ്മളിന്ന് പുതുഞായറാഴ്ചയായിട്ട് ആചരിക്കുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മനോഹരമായ ദിവസമാണെന്ന്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. എന്താണ് പുതുഞായർ നമുക്ക് തരുന്ന സന്ദേശം? കുറവുകളൊക്കെ അനുഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ കുറവുകളൊക്കെ ദൈവം അനുഗ്രഹങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ഉദ്ധാനശേഷമുണ്ടാകുന്ന സംഭവമാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. തോമാസ് ശ്ലീഹ ഇല്ലാത്ത ഒരു സമയത്ത് ഈശോ വരികയാണ്. അവൻ ശിഷ്യന്മാരെ കാണുന്നു. തോമസ് വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. മറ്റ് 10 പേരും കൂടെ ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമാസ് ശ്ലീഹ വളരെ ശാഠ്യത്തോടുകൂടെ പറയുന്നുണ്ട്, കാണാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അവനെനിക്ക് കാണണം, കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. തോമാസ് ശ്ലീഹ ഇപ്രകാരം ശാഠ്യം പിടിക്കുകയാണ്. മനുഷ്യൻ്റെ ഏറ്റവും കുഞ്ഞാഗ്രഹങ്ങളെ പോലും ദൈവം ഏറ്റവും വല്ലാതെ വിലമതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹത്തിന് ഏറ്റവും വലിയ വില അവിടുന്ന് കൊടുക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നീട് തോമസിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കാണാനെത്തുന്ന തോമാസ് ശ്ലീഹായോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. തോമസ്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. തോമാസ് ശ്ലീഹായുടെ ഒരു സംശയത്തെ തലമുറകൾക്കുള്ള അനുഗ്രഹമാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. കാരണം ശ്ലീഹന്മാരുടെ കാലം കഴിയുമ്പോൾ ഈശോയെ നേരിൽ കണ്ടവരുടെ ആ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. പിന്നെ അവനെ നേരിൽ കണ്ടവരില്ല. ഈ 12 പേരും ഇനി പോയിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കണം. ഈശോ ഉദ്ധാനം ചെയ്തെന്നും അവൻ ഏകരക്ഷകനാണെന്നും ലോകത്തോട് പ്രഘോഷിക്കാനായിട്ട് പോകണം. അവിടെ ആരും ഈശോ എന്ന വ്യക്തിയെ കണ്ടിട്ടില്ല. കാണാത്തൊരാളെക്കുറിച്ച് ഇനി അവരോട് പ്രസംഗിക്കണം. അവിടെ ഈശോ തോമസിൻ്റെ സംശയത്തെ അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ഇനി കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. തോമസിൻ്റെ സംശയം തലമുറകൾക്കുള്ള അനുഗ്രഹമാക്കി ഈശോ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇനി കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്ന് യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ ഈശോ നമുക്കൊക്കെ ഒരു ഉറപ്പ് തരികയാണ്. ഇനി നിങ്ങളുടെ ഭാഗ്യമെന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കുക എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹ ഇത്തരത്തിൽ അനുഗ്രഹമായിട്ട് മാറുകയാണ്. ദൈവം എപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ കുറവെന്ന് കരുതുന്നതിനെ അനുഗ്രഹമായിട്ടാണ് തമ്പുരാൻ രൂപാന്തരപ്പെടുത്തുന്നത്. ഇനി വചനം വായിക്കുമ്പോൾ നമ്മളന്ന് മനസ്സിരുത്തി വായിക്കണം. ഈശോ തോമാസ് ശ്ലീഹായെ കാണാൻ വന്നു. തൊട്ടടുത്ത ദിവസം വന്നില്ലല്ലേ? 8 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണാൻ വരുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെയാണോ കാണാൻ വരേണ്ടതല്ലേ? ഇത്രയും സങ്കടപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന ഒരാളെ കാണാൻ ഏതാണ്ട് 8 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വരികയാണ്. പിറ്റേ ദിവസം ഒന്ന് കാണാറുന്നല്ലേ? ഒരു മര്യാദയൊക്കെയാണല്ലേ? ഒരാളിങ്ങനെ കരഞ്ഞും ബഹളമൊക്കെ ശേഖരിക്കുമ്പം പോയി കണ്ടേക്കാം എന്ന് വിചാരിക്കാല്ലേ? കർത്താവ് ഒന്നും കണ്ടില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം അവൻ കാണാൻ വരികയാണ്. ജീവിതത്തിൽ കാത്തിരിക്കുന്നവരൊക്കെയാണ് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. കാത്തിരിക്കാനായിട്ട് മനസ്സുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായിട്ട് മാറാൻ കഴിയുന്നത്. നമ്മുടെയൊക്കെ എല്ലാ കാലത്തെയും പ്രശ്നം എന്താണെന്നറിയാവോ? ചോദിച്ച ഉടനെ നമുക്ക് കിട്ടണമല്ലേ? നമ്മൾ ഉടനെ ബൈബിളിൽ നിന്നൊരു വാക്കെടുത്തും കൊണ്ട് ഉദ്ധരിക്കുമല്ലേ? ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ട്
എത്ര നാളുകളും വർഷങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുന്നു, ഇന്ന് വരെയും സാധിച്ചു കിട്ടിയിട്ടില്ല. കർത്താവ് ഉറപ്പ് പറഞ്ഞതല്ലേ, ചോദിക്കുവിൻ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കപ്പെടും. പക്ഷെ ഈശോ പറഞ്ഞില്ല ചോദിച്ചാൽ ഉടനെ തരാമെന്ന്, അന്വേഷിച്ചാൽ ഉടനെ കണ്ടെത്താമെന്ന് കർത്താവ് പറഞ്ഞില്ല. അവനെന്താ പറഞ്ഞത്? മടുപ്പ് തോന്നാതെ ചോദിച്ചുകൊണ്ടിരിക്കണം. മടുപ്പ് തോന്നാതെ ചോദിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ ജീവിതത്തിലാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ വരമാരിയായിട്ട് ഇറങ്ങുന്നത്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. ഇന്ന് കാത്തിരിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളിന്ന് പറയും പിള്ളേരൊക്കെ ഇന്ന് മൊബൈലിന് അഡിക്റ്റഡ് ആണെന്നല്ലേ. അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈലിരിക്കുന്ന ഒരു ചെറിയ മൂവി പോലും 10 മിനിറ്റ് കാണാൻ അവർക്കുള്ള മനസ്സൊന്നും അവരതിനുപേർ തട്ടും. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാത്തിരിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ 2-3 മണിക്കൂറൊക്കെ ഇത് കാത്തിരിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇങ്ങനെ കാത്തിരിക്കാനായിട്ട് കഴിയാത്തൊരു ലോകത്തിലാണ് തോമാസ് ലീഹ 8 ദിവസം കാത്തിരിക്കുകയാണ്. ഒന്നും ഓർത്തിരിക്കുക, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളെ ദൈവം അനുഗ്രഹവും സാക്ഷ്യവുമായിട്ട് മാറ്റും. നമ്മുടെ ചില സഹനങ്ങൾക്കൊക്കെയുള്ള മറുപടി അതാണ്. ദൈവം എന്തുകൊണ്ട് ചില നാളുകൾ നമ്മുടെ ചില പ്രാർത്ഥനകളൊക്കെ വൈകിപ്പിക്കുന്നു? എന്തേ ചില നാളുകളിൽ നമ്മളൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദൈവം ചില സാവകാശങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നു? നമ്മുടെ ചില പ്രവൃത്തികളെ തമ്പുരാന് അനുഗ്രഹമാക്കി മാറ്റണം. ഒരിക്കലും മറക്കുക, നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്നതാണ്. ഒരു സന്യാസ വൈദികൻ പങ്കുവച്ച ഒരു കുഞ്ഞ് അനുഭവമുണ്ട്. അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഫിലോസഫി കഴിയുമ്പോൾ അദ്ദേഹം ഈ പൗരോഹിത്യ ജീവിതത്തെ അങ്ങ് മടുക്കുകയാണ്. സെമിനാരി ഫിലോസഫി കഴിയുമ്പോൾ അദ്ദേഹം ഇത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ അധികാരികളോട് അദ്ദേഹം പോയി പറഞ്ഞു, അച്ഛാ ഞാൻ ഫിലോസഫിയിലെ കോഴ്സ് കഴിയുമ്പം പോവുകയാണ്, 2 ആഴ്ച കൂടെ അവിടെ ഉള്ളൂ, പോകാനുള്ള തീരുമാനമൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് ഏതായാലും പോകുന്നതല്ലേ, അവധി തുടങ്ങുന്ന ദിവസം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഒരു യാത്ര, ടൂറിന് പോകുന്നുണ്ട്. ഒരു ബാച്ചുകാർ ഒന്നിച്ച് അച്ഛന്മാരുമായിട്ട്. അവരല്പം ദൂരെയാണ് യാത്ര പോയത്, തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണ് പോയത്. 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആ രാത്രി വൈകി വരുമ്പോൾ നമുക്കറിയാം, ചില സമയത്ത് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഏറ്റവും ചെറിയതാണ്, നിസ്സാരവുമാണ്. ഈ തിരിച്ചു വരുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റണം. അത്ര വലിയ ആഗ്രഹമാണല്ലേ? അത്രയേ ഉള്ളൂ തിരിച്ചു വരുന്നവരുടെയൊക്കെ ആഗ്രഹം. ഈ ബ്രദറിനുണ്ട് അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചു വരികയാണ്. പിന്നെ ഇങ്ങനെ ആഗ്രഹിച്ചു വരുമ്പോൾ ആ ആശ്രമത്തിലെ അടുക്കളയിൽ നിൽക്കുന്ന ചേട്ടൻ പറയുന്നുണ്ടത്, അടുക്കളയുടെ പുറവശത്തൊരു വലിയ കുട്ടകം നിറച്ചും വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്, ഇനി ചൂട് കുറച്ച് നിങ്ങൾക്ക് കുളിക്കാം. എല്ലാവരും സന്തോഷത്തോടെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോയി കുളിച്ചു. പിറ്റേന്ന് രാവിലെ ഈ ബ്രദർ താൻ പൗരോഹിത്യം ഉപേക്ഷിച്ച് പോകുന്ന കാര്യം പറയുന്ന അടുക്കളയിലെ ചേട്ടനോട് പരിചയമുണ്ട്. ഞാൻ പോകാമെന്ന് പറയാൻ ചെല്ലുമ്പോൾ ആ മനുഷ്യനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നലെ നിങ്ങൾ വൈകിട്ട് വന്ന് ഇപ്പം കുളിക്കാനായിട്ട് ആ കുട്ടകത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, ആരാ വെള്ളം തിളപ്പിച്ചതെന്നറിയാവും? ആ ബ്രദർ പറഞ്ഞ്, തീർച്ചയായിട്ടും ചേട്ടനായിരിക്കും, നന്ദിയുണ്ട് ചേട്ടാ കേട്ടോ. ആ ചേട്ടൻ പറഞ്ഞ്, ഞാനല്ല ആ വെള്ളം തിളപ്പിച്ചത്. ആ ആശ്രമത്തിൽ 80 വയസ്സ് കഴിഞ്ഞ പ്രായമായൊരു വലിച്ചനുണ്ട്. അച്ഛൻ രാവിലെ മുതൽ ഈ ചേട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ പറഞ്ഞു, മോനെടാ നീ ആ കുട്ടകം എടുത്ത് വെക്കും, ആ പിള്ളേർ വരുമ്പോൾ അവർക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വേണം, മടുത്താ വരുന്നത്. ഈ മനുഷ്യൻ എന്നിട്ട് അവിടെ ആ കുട്ടകത്തിൻ്റെ അല്പം അകലെയായിട്ടൊരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ നിന്നൊരു കൊച്ചു പാത്രം കൊണ്ട് വെള്ളം കോരിയിരിക്കുകയാണ്. അടുക്കളയിലെ ചേട്ടന് തിരക്കാരൻ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഈ വയോവൃദ്ധനായ മനുഷ്യൻ ആ കുട്ടകം നിറയെ വെള്ളം കോരി ഒഴിച്ചു. എന്നിട്ട് ഈ ചേട്ടനെ കൊണ്ട് തീ പിടിപ്പിച്ചു. അവിടെ കിടന്ന ചപ്പവും ചോറും ഒക്കെ വാരിയിട്ട് ഈ അച്ഛനിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. തണുപ്പത്ത് വരുന്ന മടുത്തു വരുന്ന വൈദിക വിദ്യാർത്ഥികൾക്കൊന്ന് നന്നായി ഒന്ന് കുളിക്കാനായിട്ട്. ഈ ചേട്ടൻ ഈ കാര്യം പറയുമ്പോൾ ഈ സെമിനാരിക്കാരൻ കുനിഞ്ഞ ശിരസുമായിട്ട് തിരിച്ചു നടക്കുകയാണ്.
അദ്ദേഹം തിരികെ സെമിനാരിയുടെ ചാപ്പലിലേക്കാണ് പോകുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ നടക്കാൻ പ്രയാസമുള്ള എൻ്റെ വല്യച്ഛന് ഞങ്ങളെ ഇത്രമാത്രം കരുതാൻ കഴിയുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറ്റിയാൽ എൻ്റെ ജനത്തിന് എനിക്കൊരു കാലത്ത് അനുഗ്രഹമാകാൻ പറ്റില്ലേ? ഒരു കാലത്ത് എൻ്റെ ജനത്തിന് അനുഗ്രഹമാകാൻ പറ്റുന്ന അദ്ദേഹം തീരുമാനം മാറ്റി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ്. ഇന്ന് അദ്ദേഹം വടക്കേ ഇന്ത്യയിലൊരു ആ സ്ഥലത്ത് അതിശ്രേഷ്ഠമായിട്ട് തീക്ഷ്ണമായിട്ട് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുകയാണ്. ഓർത്തിരിക്കുക, ചിലതൊക്കെ ഒരുപാട് പേർക്ക് സ്വാധീനമാക്കാൻ പറ്റും. തോമാസ് ശ്ലീഹായുടെ സംശയം അനുഗ്രഹത്തിൻ്റെ ഉറവയാകുന്നു. തോമാസ് ശ്ലീഹായുടെ കാത്തിരിപ്പ് നമുക്കിനി വിശ്വാസത്തിൻ്റെ അനുഗ്രഹമാവുകയാണ്. നമുക്ക് ദിവസം ഒന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും വില തരുന്ന ദൈവം, ഏറ്റവും ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും വില തരുന്നൊരു ദൈവം, അവനാണ് എൻ്റെ ഈശോ മിശിഹായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ദൈവമഹത്വത്തിനായിട്ട് മാറ്റുവാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ ശ്രേഷ്ഠത, വിശ്വാസ തീക്ഷ്ണത നമ്മളെ ജ്വലിപ്പിക്കുവാൻ നമുക്ക് വലിയ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.